കുറെ കാലത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഒന്ന് പറക്കണമെന്ന്, അതേതായാലും സാധിച്ചു. മുകേഷ് വീണ്ടും എയറിലേക്കാണ് പോകുന്നത്. മുകേഷിന്റെ ഒരു ഫോൺ കോളും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതിനൊരു അന്ത്യമില്ലേ? വിഷയം സംഭവിക്കുന്നത് ഗൗതം എന്ന് പറഞ്ഞൊരു വ്യക്തി, വേറൊരു വ്യക്തി രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ ജോലി ലഭിക്കാനായിട്ട് കൊടുക്കണം. ഈ രാഗം രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും അയാളുടെ ഫേസ്ബുക്ക് ചാനലിലേക്ക് പ്രൊഫൈൽ ഞാനിവിടെ വെക്കുന്നുണ്ട്, ഫോട്ടോ കൂടെ വെക്കുന്നുണ്ട്. ഈ വ്യക്തിക്കെതിരെ അനവധി കേസുകൾ, വഞ്ചന കുറ്റം പരിപാടികളൊക്കെ ഉണ്ട്. ഇയാള് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ വട്ടം ഇലക്ഷന് നിന്ന സമയത്ത് മുകേഷിനെ നല്ല മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ നല്ല രീതിയിൽ പൊക്കിയടിക്കുന്ന ഒരു തെറ്റ്. മുകേഷ് MLA മെയിൻ എർത്ത് എന്നുള്ള രീതിക്ക് അറിയപ്പെടുന്ന രാഗം രാധാകൃഷ്ണന് 5 ലക്ഷം രൂപ ജോലിക്കായി കൊടുത്തു. ഇതിൽ പോലീസ് കേസായി, വിഷയങ്ങളായി. അങ്ങനെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. ഒരു MLA ഒരു പൗരൻ വിളിക്കുകയാണ്. പൗരൻ വിളിക്കുമ്പോൾ ഒരു മാന്യത വേണ്ടേ, ഒരു അന്തസ് വേണ്ടേ? എന്താ കാര്യം? അന്തസ്സുണ്ടല്ലോ മനുഷ്യന്, അതിവനില്ല. എന്താണ് ഈ മുകേഷും ഇയാളും നമ്മുടെ ഫോൺ കോളിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്ന് നമുക്ക് കേൾക്കാം. ആരാണ്? എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ. അതെ, അതറിയാമല്ലോ. പിന്നെ ആരാണെന്ന് ചോദിക്കുന്നത്. വെള്ളച്ചിലെടുക്കല്ലേ, ആരാണ്? എവിടുന്നാണ്? ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് ഊരത്തമ്പലത്തിനാണ്. ഊരത്തമ്പലം, പറഞ്ഞോ. എന്തായിരുന്നു സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, കേൾക്കണ്ട. സുഹൃത്താ? ഏത് സുഹൃത്ത്? സുഹൃത്ത് ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. അല്ല, സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതെ. കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും പേടിച്ചാ മതിയോ? അതെ സാർ, ഞാൻ ആള് വരും. എന്താണ് ചോദിക്കാൻ? സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിലൊക്കെ കേട്ടോണ്ട് അറിയാതെ. നിർത്തിക്കോ, ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ കേട്ടോ. വീട്ടിൽ വന്ന് അടിച്ച് തീർക്കുന്നില്ലേ? ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ വരും. എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത്. അയാൾ അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഗം സുഹൃത്താ? അല്ല, ഞാൻ വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ചോ. ജീവൻ കൊതിയുണ്ടെങ്കിൽ വെച്ചു കേട്ടോ. ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരും വിളിക്കുന്നത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും കേട്ടോ. നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. അടിച്ചു പിരിക്കും, വീട്ടിൽ കയറി അടിക്കും, തീർത്ത് കളയും. ആരുമാണ്? തനിക്ക് അന്തസ്സില്ലേ? താൻ ചോദിച്ച ചോദ്യമാണല്ലോ ഒരുത്തരോട് രാത്രി വിളിച്ചപ്പോ തന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അന്തസ്സുണ്ടോ തനിക്ക്? ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ.